കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നീതിമാനായ ഇരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന മനുഷ്യൻ ഏതുവിധ കഷ്ടത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അല്പകാല കഷ്ടം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും കർത്താവ് അതിൽ നിന്നെല്ലാം വിടുവിച്ച് തൻ്റെ മഹത്വം അവന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്തത് എല്ലാം മാറ്റി അവന് ഇഷ്ടമുള്ളത് ചെയ്ത് ഒരു നീതിമാനായി ജീവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. അതേപോലെ തന്നെ ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ താൻ എത്ര തന്നെ പ്രയത്നിച്ചാലും അവൻ തൽക്കാലം നല്ലതുപോലെ ജീവിക്കുന്നു എന്ന് തോന്നിയാലും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയോ ഒരു സമാധാനമോ കിട്ടുന്നില്ല. എന്തെന്ന് വെച്ചാൽ യഹോവ അവനോട് കൂടെ ഇല്ല. ആയതുകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് ദൈവ വഴിയിൽ നടപ്പാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ദൈവമേപ്പ തെറ്റു കുറ്റങ്ങളെയും നീ ക്ഷമിച്ച് കർത്താവെ അവരെ നീതിമാനായിട്ട് നീതിമാനുള്ള അനുഗ്രഹം പ്രാപിച്ച് ഈ ലോകത്തെ ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ പ്രയാസങ്ങളും നിൻ്റെ മക്കളെ വിടുവിച്ച് നീ മഹത്വം ഏറെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.